Hi friends, welcome back Mano handwork design. ഇത് നമ്മൾ ഈ ഗേറ്റിൽ വീട്ടി കളർ ചെയ്ത് ഗ്രെയിൻസ് വരച്ചേക്കാണ്. വീട്ടി കളറിൻ്റെ ഗ്രെയിൻസ് വരച്ച് എങ്ങനെ അത് ആദ്യം മുതൽ അതായത് നമ്മൾ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ സ്ക്വയർ ട്യൂബിന് നമ്മൾ ആദ്യം അടിച്ചത് NC വൈറ്റ് പ്രൈമറാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ബോഡി ഫില്ലർ ഇട്ടത്. ഈ വെൽഡിങ് പാട് പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ജോയിൻറ്റുകൾ ആ ഭാഗങ്ങളിൽ നമ്മൾ ബോഡി ഫില്ലർ നന്നായിട്ട് ഇട്ട്. ബോഡി ഫില്ലർ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. അത് നമ്മൾ പേപ്പർ പിടിക്കുന്ന വെള്ളം ഒഴിച്ച് വാട്ടർ പേപ്പറിനെ നന്നായിട്ട് ലയിപ്പിച്ച് കളയണം. ബോഡി ഫില്ലർ നമ്മൾ ശരിക്കിട്ടെന്ന് വെച്ചാൽ മുകളിലത്തെ കുറച്ച് പോർഷൻ, അതായത് മുകളിലെ ടോപ്പിലെ ഭാഗം 2 ലെയറായിട്ടാണ് അവർ ഈ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗത്ത് 2 ലെയറായിട്ടാണ് ട്യൂബ്. ഇത് ഒറ്റ ട്യൂബല്ല, അത് 2 ട്യൂബ്. അപ്പോൾ അതിൻ്റെ ബെൻഡ് ഭാഗങ്ങളിലെല്ലാം നമ്മൾ നല്ല രീതിയിൽ ബോഡി ഫില്ലർ കയറ്റിയിട്ടിട്ടുണ്ട്. തിക്കായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ നമ്മൾ വെള്ളം ഒഴിച്ച് വാട്ടർ പേപ്പറിന് പിടിച്ചാലേ ആ ലയിച്ചു പോകത്തുള്ളൂ. ആ ലയിച്ചു പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡ്രൈ ആയിട്ട്, അല്ലെങ്കിൽ പേപ്പർ പിടിച്ചത് എല്ലാം ഡ്രൈ ആയിട്ട് തുടച്ചിട്ട് NC പുട്ടി നമ്മൾ 2 കോട്ട് സ്പ്രേ ചെയ്യണം. 2 കോട്ട് സ്പ്രേ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ഈ വെൽഡിങ് പാടുകളൊക്കെ നമുക്ക് പുട്ടി പേപ്പർ പിടിച്ചാലും കാണാൻ പറ്റും. അതെല്ലാം ക്ലിയറായിട്ട് പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ലൂസ് ചെയ്തിട്ട് വേണം NC പുട്ടി അടിക്കാൻ. നല്ലപോലെ ലൂസ് ചെയ്യണം. കട്ടിക്കടിച്ചാൽ കംപ്രസർ ഗണ്ണിൻ്റെ അകത്തുനിന്ന് വരത്തില്ല. അപ്പോൾ അത് നന്നായിട്ട് ലൂസ് ചെയ്തിട്ട് വേണം 2 കോട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ നോക്കണം, ഓരോ ഭാഗങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു. ഇപ്പം നോക്കുമ്പോൾ 2 കോട്ട് NC പുട്ടി അടിച്ച ഭാഗമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഓരോ ഭാഗത്ത് നമ്മൾ പേപ്പർ പിടിച്ച ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ പാടുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ പാടുകളെല്ലാം നമ്മൾ ലയിപ്പിക്കണം. പുട്ടി ഇടാനുള്ള ഭാഗങ്ങൾ NC പുട്ടി എന്നിട്ട് ലയിപ്പിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം അത് വീണ്ടും വെള്ളം ഒഴിച്ച് കഴുകി ഇതുപോലെ ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ടോപ്പ് കോട്ട് ഏഷ്യർ ബ്രൗൺ അടിക്കുന്നത്. ഏഷ്യർ ബ്രൗൺ SD ഏഷ്യർ ബ്രൗണാണ് ഞാൻ അടിച്ചേക്കുന്നത്. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന വീഡിയോ ഇടാഞ്ഞത്, വീഡിയോ ഇട്ട് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ട, എങ്ങനെ സ്പ്രേ ചെയ്യേണ്ടെന്ന് അടിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പ്രേ അടിച്ച വീഡിയോ ഇട്ടിട്ടില്ല. NC പുട്ടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഏഷ്യർ ബ്രൗൺ 2 കോട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ടോപ്പ് കോട്ട് അടിക്കാനായിട്ട് റെഡും ബ്ലാക്കുമാണ്. എങ്ങനെ നമുക്കൊരു ഡപ്പ, അതായത് ഈ പെയിൻറ്റ് ഡപ്പ ഈ ചളുക്കങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ തുറക്കാം എന്നുള്ളതാണ്. ഈ ചെറിയ ബോട്ടിൽ കൊണ്ടാണ് നമ്മൾ ആ വലിയ ബോട്ടിലിൽ ഇത് തുറക്കുന്നത്. അത് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ വക്കോ ഒന്നും ബെൻഡായിട്ട് പോലും പോയിട്ടില്ല. കറക്റ്റ് ലെവലിൽ നമുക്ക് മറ്റേ നമ്മൾ ഉള്ളി സ്ക്രാപ്പർ എന്തെങ്കിലും ഇട്ട് നമ്മൾ എടുക്കുമെങ്കിൽ ആ ടോപ്പ് കോട്ടിലെ അടപ്പ് ചളക്കം സംഭവിക്കാം. പക്ഷേ ഇത് ചളക്കമില്ലാതെ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. ഒരു ശകലം പോലും ചളക്കങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് റെഡും ബ്ലാക്ക് ഇനാമലുമാണ്. നമ്മൾ വീട്ടി കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീട്ടി കളറിന് ബെസ്റ്റ് റെഡും ബ്ലാക്കും. ഗ്ലോസി ആയാലും കുഴപ്പമില്ല, മാറ്റായാലും കുഴപ്പമില്ല. നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മണ്ണെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്. ടർപ്പൻ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് ഡ്രൈ ആകുന്ന ടർപ്പൻ്റ് ഉപയോഗിക്കരുത്. ഡ്രൈവ് കുറവുള്ള നമ്മൾ മണ്ണെണ്ണയാണ് ഉപയോഗിക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത്. തേക്കിന് ഉപയോഗിക്കുന്നത് ഗോൾഡൻ ബ്രൗണും സാറ്റിൻ ബ്രൗണും ബ്ലാക്കും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ വീട്ടി കളറായതുകൊണ്ടാണ് ഈ 2 കളർ മിക്സ് ചെയ്ത് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ കാണുക.
ഇത് വരയ്ക്കുന്ന ടൂൾസ് നിങ്ങൾക്ക് ചോദിക്കുക ഇതെന്താണ് എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് എവിടെ കിടന്ന് കിട്ടുന്ന എന്താണോ അതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ടൂൾസ്. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇന്ന സാധനം വേണമെന്നില്ല, നമ്മൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ എന്ന് ചെയ്യും. ഇത് അവിടെ കിടന്നൊരു ഇലയാണ്, ആ ഇലയാണ് ടൂൾസ്. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോപ്പ് കോട്ട് അടിച്ചേക്കുന്ന MRFൻ്റെ മെറ്റൽ മാറ്റ് ക്ലിയറാണ്. 2 കോട്ട് അപ്ലൈ ചെയ്ത് നല്ലപോലെ ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നവരെ എല്ലാവർക്കും ബൈ.